ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. ഡേ എന്നത്തെയും പോലെ തന്നെ വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. നമ്മൾ പാല വരെ പോവാണ്. എന്തിനാണ്? കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം. ഇന്നവളുടെ ബർത്ത്ഡേ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഓ, ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് എൻ്റെ നെറ്റിയിൽ പൊട്ട് കാണാനില്ല. എന്താ പറയുക, പൊട്ടില്ലെങ്കിൽ ഒരു ഭംഗിയില്ല എന്നൊക്കെ. ആ സാരിയിൽ എന്തെങ്കിലും കേട്ടെ. ഞങ്ങൾ പാലേക്ക് പോകട്ടോ. കുറച്ച് ഒന്ന് രണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം. പിന്നെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം. കേക്ക് എടുക്കണം. ദേ ഈ മെർമെയ്ഡിൻ്റെ ഡോള് അത് വാങ്ങിയിട്ടോ. അവൾ കുറേ നാളായിട്ടൊരു മെർമെയ്ഡ് ഡോള് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നോ പറയല്ല, എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ. പിന്നെ ബർത്ത്ഡേ അതുകൊണ്ട് ഞാൻ കുറച്ച് ആർഭാടാക്കിയേക്കാന്നങ്ങനെ വിചാരിച്ചു. ഈ സാധനം കണ്ടോ, നൈസ് അല്ലല്ലേ? പക്ഷെ ഒരു പണി കിട്ടി ഗൈസ്, ഞാൻ പറയാവേ. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. കേക്ക് കേസ് എന്നാണ് ഇവരുടെ പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. പാലയിലുള്ള മിക്ക ആൾക്കാർക്കും അറിയാം. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇവളുടെ അടുത്ത് നിന്ന് അങ്ങനെ എടുക്കാറ്. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ അവളുടെ അടുത്ത് നിന്നാണ് കേട്ടോ കേക്കൊക്കെ എടുത്തിരുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി. അതെ, ലിറ്റിൽ വൺ എന്ന് പറഞ്ഞൊരു പാലയിലൊരു കടയിൽ നിന്ന് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മൊത്തം ആ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല കേട്ടോ. ഒന്ന് രണ്ടെണ്ണം ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ കൊടുത്തിരുന്നു. അതേപോലെ സിയോച്ചേട്ടൻ വന്നപ്പോഴും ഒന്ന് രണ്ടെണ്ണമൊക്കെ കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ. അതായത് 10th ബർത്ത്ഡേ 10 ഗിഫ്റ്റ്, അതായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിൽ. ഇത് അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും അല്ല. എല്ലാം ഒരെണ്ണം ഉണ്ട് കേട്ടോ എക്സ്പെൻസീവ്. അത് കുഴപ്പമില്ല, നോക്കാം. അങ്ങനെ എല്ലാ ഗിഫ്റ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കുഞ്ഞൂട്ടനും എൻ്റെ മോനും വാങ്ങിച്ചാണ് ആ കാറ്. പിന്നെ ഇതൊരു കാർഡ് റീഡർ, അതായത് നമ്മളിങ്ങനെ ഇടും. അപ്പോൾ അതിനകത്ത് ഒരു മൃഗങ്ങളായിക്കോട്ടെ എന്താണ് അതിങ്ങനെ പറയും, അതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കി പെറുക്കി വെച്ച്. പിന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഡെക്കറേഷനിലേക്ക് സ്റ്റാർട്ടായി. അതിനിടയ്ക്കൂടി ഒരു കുരുപ്പ് കയറി വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്തിയവൻ പോയാ? ആ അവിടെ ഇത് കഴിയുമ്പോഴത്തേക്ക് സിയോച്ചേട്ടന് നല്ല 8ൻ്റെ പണി ഞങ്ങൾക്ക് കിട്ടി. സിയോച്ചേട്ടനല്ല, ഞങ്ങൾക്ക്. കാരണം ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വെച്ചിരുന്ന അവൾ ട്രയൽ ചെയ്തിട്ടില്ല. അവൾ സ്കൂളിൽ വന്നു. സിയോച്ചേട്ടൻ ഇപ്പോൾ അവളെ പൊക്കത്തിൽ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് സിബ് കയറണില്ല. സിബ് എന്ത് ചെയ്തിട്ട് കയറുന്നില്ലെന്നേ. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് ലാസ്റ്റ് എന്താ, സിബ് പൊട്ടിപ്പോയി. അത്ര തന്നെ, വളരെ സിമ്പിൾ. എന്താക്കും? പിന്നെ ആടെ ടൈലറിങ് ഷോപ്പിൽ വിളിച്ചു, ചേച്ചി ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞ്. അവർ പറഞ്ഞു കൊണ്ടുവന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സിൽ പോയിട്ട് സിബൊക്കെ പിടിപ്പിച്ച്. ഒയ്യോ, ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു, ഒന്നും പറയണ്ട. എന്തെങ്കിലുമൊക്കെ പണി വരുമല്ലേ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടാറുണ്ട്, നൈസ് പണികൾ. അങ്ങനെ എന്തായാലും സമയമൊക്കെ ആയി. സമയം അല്ല, നമുക്ക് പ്രത്യേകിച്ച് സമയമില്ല, കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. വലിയ ഗസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പരിപാടി. ഞാനും പപ്പയും അമ്മയും ശിവചേട്ടനും പിള്ളേരും. പിന്നെ നമ്മുടെ വീടിൻ്റെ പൊക്കത്തിൽ ഇവളുടെ സൺഡേ സ്കൂളിലെ ഹെഡ് മാഷാണ്. അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു വീടുണ്ട്. അവിടെ നിന്നും എന്താ പറയുക, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമ്പാടിയും പിന്നെ അമ്പാടിയുടെ അമ്മയും വന്നിട്ടുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ടി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡെക്കറേഷൻസ്. എങ്ങനെയുണ്ട്? ഒരാളവിടെ കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ നോക്കിയിരിക്കണ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾ, ചെയറൊക്കെ ഇട്ട് നൈസായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇപ്പം കിട്ടും, എനിക്ക് ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ. അവനാണ് അതിന് ഇടയ്ക്ക് കൂടി തോണ്ടി തോണ്ടി തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കൂഴെത്തി, ഞാനും കേക്കൊക്കെ കൊടുത്തു. പിന്നെ അവൻ അവിടെ ഇരിക്കണ്ടപ്പോൾ ഞാൻ ഒരു പീസ് കേക്ക് മുറിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. എന്താണെന്നറിയില്ല, കിട്ടിയ പാടെ ചെറുക്കൻ അതും കൊണ്ട് ഇറങ്ങി ഒറ്റ പോക്കായിരുന്നു കേട്ടോ. എൻ്റെ ജോലി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വട്ടിലായിരുന്നു അവൻ. കേക്ക് കിട്ടിയ പാടെ അവൻ എണീറ്റ് പോയി. ഇനിയിപ്പോൾ പറഞ്ഞല്ലോ, ഊഴം. ഓരോരുത്തർ വന്ന് കേക്ക് കൊടുക്കുന്നു, അവൾ തിന്നണു, അങ്ങോട്ട് തിരിച്ചു കൊടുക്കണു. ഇതൊക്കെ തന്നെ കലാപരിപാടി. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീ റൈസ്, ചിക്കൻ കറി, പിന്നെ പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഫുഡൊക്കെ. ഇങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് സാറും അവരൊക്കെ കഴിച്ചു. പിന്നെ മെയിൻ പരിപാടി ഇനി സൈഡിലിരിക്കണ കണ്ടില്ലേ, കുറേ സാധനങ്ങൾ. പൊന്നുണ്ണി അതിന് ഇടയ്ക്ക് വന്നിട്ട് അവളുടെ മോന്തയിലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടനും നാത്തൂനും കേട്ടോ മൊബൈലിൽ വീഡിയോ കോളിലുണ്ടായിരുന്നു അവർ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾക്കാർ, നമ്മുടെ ഗസ്റ്റ്. ഇവർ മാത്രമായിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്ന ആകെ ഗസ്റ്റ്. നമ്മളങ്ങനെ വലിയ ചെറിയ പരിപാടി ആയതുകൊണ്ട് ആരും അങ്ങനെയൊന്നും വിളിച്ചിട്ടതില്ല കേട്ടോ. പറഞ്ഞില്ലേ, നമ്മളെ ബാക്കി പരിപാടിയിലേക്ക് ഇടാം. ഇത് തന്നെയാണ് കലാപരിപാടി. ചേച്ചി എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റിൻ്റെ എണ്ണം. ആക്ച്വലി അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. എന്താണ് ഗിഫ്റ്റ് കിട്ടുക ഒന്നും അവൾക്ക് അറിയത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്ത ഒരു പേനയായിരുന്നു കേട്ടോ. അതായത് ഇറേസബിൾ പേനയാണ്. അത് വെച്ചിട്ട് പേന വെച്ചിട്ട് എഴുതിയിട്ട് ഇങ്ങനെ മായ്ച്ച് കളയാൻ പറ്റും. ആ പേന മഷി നമുക്ക് മായ്ക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിലൊരു സാധനമുണ്ട്, അത് വെച്ചിട്ട്. അത് ചേച്ചനും കത്തറ നിന്നപ്പോൾ കൊണ്ടുവന്നാണ്. അത് അവളവിടെ വെച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം എന്തിനാ കുഞ്ഞിതൊക്കെ വന്നിട്ട് അവളെ ഒഴിവാക്കി വിട്ടൊരു കാര്യമാണ്.
പിന്നെ സ്ക്വിഷി ഇത് അവളുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഈ സാധനം ഇങ്ങനെ ഇരുന്ന് പീച്ച് 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 കളിക്കലാണ് പരിപാടി. പിന്നെ ഇത് ലാസ്റ്റ് പൊട്ടിച്ചാൽ മതി ഞാൻ പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പെൻസീവ് സാധനം. പക്ഷെ അവൾക്കതൊന്നും അല്ല ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിലേത് ഏറ്റവും കൂടുതൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരിയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതൊരു മാഗ്നറ്റിക്കിൻ്റെ ബോർഡായിരുന്നു. ഇത് നമ്മൾ പാലയിൽ നിന്ന് വാങ്ങിച്ചാണേ. ഇതിങ്ങനെ ഒരു പേന വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ പറ്റും. പിന്നെ എനിക്കില്ലാത്തൊരു സാധനമാണ് ഈ റീഡിങ് ഹാബിറ്റ്. അവൾ തുടങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. പിള്ളേർ വായിച്ച് വളരട്ടെ അല്ലേ. ആൻഡ് ഇതും അവൾ കുറേ നാളായിട്ട് ചോദിക്കണം കേട്ടോ. ഈ ക്യാമറ അത് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ അതിൻ്റെ പ്രിൻ്റ് വരും കേട്ടോ. അങ്ങനെ ഒരു ക്യാമറയാണ് അത്. നെക്സ്റ്റ് ഒരു എന്താ പറയുക സ്റ്റിക്കർ ബുക്ക്. ഇങ്ങനെ കുറേ പിള്ളേർ ഇങ്ങനെ അങ്ങോട്ടേക്ക് സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബോക്സിനകത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കാണാം. അപ്പോൾ ഞാനൊരു ചെറിയ സ്റ്റിക്കർ ബുക്ക്. ഇതൊന്നും അത്ര വലിയ പൈസയുടെ അല്ല കേട്ടോ. പൈസ അല്ല കാര്യം, അവളുടെ സന്തോഷം അതാണ് വലുത്. ദേ മേഡം ചോദിച്ച മെർമെയ്ഡ് ഡോള്. ഇതിനിടയ്ക്ക് അവൻ വന്നിട്ട് വിരകുന്നുണ്ട് കേട്ടോ. അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബബിൾ ഗൺ, ഇത് നമുക്ക് പണി കിട്ടി. അത് വർക്കാവണില്ലെന്നേ. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയിട്ട് അവരെ കാണിക്കണം. ഷോ എന്തായാലും നല്ല സാധനമായിരുന്നു. തീർച്ചയായിട്ടും അവിടെ കിടന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഉണക്കൻ. ആണില്ല. പിന്നെ ഒരു ഡ്രസ്സ്. ഇതാണ് ലാസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ വേറൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു, പക്ഷെ വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വേറെ ഒരു എക്സ്ട്രാ ഒക്കെ വാങ്ങിക്കേണ്ടി വന്നു. ആൻഡ് ദിസ് ഈസ് ഒരു ചെറിയ ഗോൾഡ്, ചെറിയ അവൾക്കൊരു കൈച്ചെന്ന് അത്ര തന്നെ. പിന്നെ ഞാൻ അല്ല ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം, സേവിങ്സിൻ്റെ ഒരു പരിപാടി അവൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയത് കേട്ടോ. പിള്ളേരെ സേവ് ചെയ്ത് പഠിക്കട്ടെ, ഇപ്പോഴേ സേവ് ചെയ്ത് പഠിച്ചാൽ നല്ലല്ലേ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്. ഇപ്പോൾ 10 11 സാരിയില്ല പോട്ടെ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ്റെ ഒരു ഓവറോൾ ഇത്. ആൻഡ് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ കേക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. പ്രത്യേകം പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. കേക്ക് കേസിൻ്റെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നല്ല കേട്ടോ, നല്ല അഫോർഡബിൾ ചെയ്ത് തരും അവൾ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.